നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള എന്ത് ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒരു ഇടികല്ല് യൂസ് ചെയ്ത് നന്നായി ഒരു പേപ്പറും കൂടെ വെച്ച് പൊടിച്ചെടുത്തിട്ട് ഈ തിളയ്ക്കുന്ന കട്ടൻ ചായയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ആ ചൂടോടുകൂടി തന്നെ ആ ഒരു ബേക്കിംഗ് സോഡയും ആ ടാബ്ലറ്റിൻ്റെതെല്ലാം നല്ലോണം ഈ ഒരു കട്ടനിൽ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചൊഴിക്കുക. എടുത്തതിന് ശേഷം രാത്രി സമയത്ത് സിങ്കിൻ്റെ സ്ലീവിലും വാഷ് ബേസിൻ്റെയും ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ ഒഴിച്ചെടുക്കുക. അതിനകത്ത് നിന്ന് വരുന്ന പല്ലിയും പാറ്റയും ഉറുമ്പും എട്ടുകാലിയും ഒക്കെ നമുക്ക് പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ബ്ലോക്കൊക്കെ ക്ലിയർ ആവാനും വളരെ നല്ലതാണ്. എന്നിട്ട് രാവിലെ എണീച്ച് നമ്മളിതിലേക്ക് നല്ലോണം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് എല്ലാം തന്നെ ക്ലീൻ ആവും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ ഒരു കട്ടൻ ചായയുടെ വെള്ളം മുക്കിയിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ പല്ലിയും പാറ്റയും വരുന്നത് ആ ഭാഗത്ത് നമ്മൾ രാത്രി സമയത്ത് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിയുടെ ശല്യം പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.